विश्वजनीनं विश्वदमन्त्रं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिल निന്നमृताय पകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ प्यारे बच्चों नमस्ते। हिंदी कक्षा में सबका हार्दिक स्वागत है। तो हमने पुल बनी थी माँ पाठ पूरा किया था। अभी हम दूसरे पाठ की ओर जाएंगे। നമുക്കിത് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകാം। तो हमारे दूसरे पाठ का नाम क्या है? टीवी। क्या है टीवी? टेलीविज़न अല്ലേ? टीवी എന്താണെന്ന് നമുക്കൊക്കെ അറിയാം। हमारे दूसरे पाठ का नाम है टीवी और लेखक का नाम क्या है? वरुण ग्रोवर। वरुण ग्रोवर। ओके, तो टीवी किस प्रकार की रचना है आप लोग देखिए। हाँ, पटकथा। क्या है? पटकथा। എന്താണ് ഈ പട്കഥ? പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ സ്ക്രീൻ പ്ലേ എന്ന് പറയും. അപ്പോൾ പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥയാണ്. ഈ കഥയും തിരക്കഥയും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്തിനാണ് നമ്മൾ തിരക്കഥ ഉണ്ടാക്കുന്നത്? സിനിമ, നാടകം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ തിരക്കഥ ഉണ്ടാക്കുന്നത്. ഒരു സിനിമയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കഥയുണ്ടാക്കും. എന്നിട്ട് ആ കഥയെ അടിസ്ഥാനമാക്കി ഒരു തിരക്കഥ എഴുതിയുണ്ടാക്കും. അപ്പോൾ അതാണ് തിരക്കഥ. അപ്പോൾ നമ്മൾ ഈ പാഠം എടുക്കുന്നതോടുകൂടി തിരക്കഥയായിട്ട് നമ്മൾ പരിചയപ്പെടും. അപ്പോൾ നമുക്ക് പാഠം തുടങ്ങിയാലോ? ഓക്കെ. टी वी सीन 1। गोपू के घर के बाहर की कच्ची सड़क दोपहर के 2 बजे हैं। पहाड़ी इलाका, दूर दूर तक फैले पहाड़ दिख रहे हैं। करीबन 8-10 साल की उम्र के 3 बच्चे गोपू, चुन्नी और लल्लू कच्चे रास्ते पर खड़े हैं। गोपू देखने से ही बाकी दोनों पर हावी लगता है। वो ज़मीन पर झुका है और कुछ उठाने की कोशिश कर रहा है। उसके हाथ में मकोड़ा है। അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിക്കേ. പാഠത്തിൻ്റെ പേര് ടി വി. സീൻ 1, ഒന്നാമത്തെ സീനാണ്. ഈ സീനിന് ഹിന്ദിയിൽ ദൃശ്യം എന്ന് പറയും. എന്താണ്? ദൃശ്യ ഏക് എന്ന് വേണമെങ്കിലും പറയാം. ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സടക്. ഗോപുവിൻ്റെ വീടിൻ്റെ പുറത്തുള്ള കച്ചി സടക്. സടക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റോഡ്, വഴി എന്നൊക്കെയാണ് അർത്ഥം. കച്ചി സടക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാറൊക്കെ ചെയ്യാത്ത സാധാരണ കട്ട് റോഡില്ലേ, സാധാരണ റോഡ്, അതിനാണ് നമ്മൾ കച്ചി സടക്ക് എന്ന് പറഞ്ഞാൽ. ഈ കച്ച അല്ലെങ്കിൽ കച്ചി എന്നുള്ള വാക്കിന് പണി തീരാത്തതെന്ന് അർത്ഥമുണ്ട്. പണി തീരാത്ത റോഡിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കച്ചി സടക്ക് എന്ന് പറയുന്നത്. അതുപോലെ പഴങ്ങളൊക്കെ ആണെങ്കിൽ കച്ച എന്ന് പറഞ്ഞാൽ പാകമാകാത്തതിന് കച്ച എന്ന് പറയും, കച്ചാ ഫൽ. ഓക്കെ, അപ്പോൾ ഗോപുവിൻ്റെ വീടിൻ്റെ പുറത്തുള്ള റോഡ്. ദോപഹർ കെ 2 ബജെ ഹെ. ദോപഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചയ്ക്കാണ് ദോപഹർ എന്ന് പറയുന്നത്. അപ്പോൾ ദോപഹർ കെ 2 ബജെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണി. പഹാടി ഇലാക്ക. പഹാഡ് എന്ന് പറഞ്ഞാൽ മല, പർവ്വതം എന്നൊക്കെ അർത്ഥമുണ്ട്, മൗണ്ടെയിൻ. പഹാടി ഇലാക്ക എന്ന് പറഞ്ഞാൽ മലമ്പ്രദേശം. ദൂർ ദൂർ തക് ഫൈലെ പഹാഡ് ദിഖ് രഹേ ഹെ. ദൂരെ ദൂരെ ഇങ്ങനെ പരന്നു കിടക്കുന്ന മലകൾ കാണാം. കരീബൻ 8-10 സാൽ കി ഉമ്ര കെ 3 ബच्चे. കരീബൻ എന്ന് പറഞ്ഞാൽ ഏകദേശം. 8-10 സാൽ കി ഉമ്ര കെ 3 ബच्चे. 8-10 വർഷം പ്രായമുള്ള 3 കുട്ടികൾ. ആരൊക്കെയാണ്? ഗോപു, ചുന്നി ഓർ ലല്ലു. ആരൊക്കെയാണ് കുട്ടികൾ? ഗോപു, ചുന്നി ഓർ ലല്ലു. ഗോപു, ചുന്നി, ലല്ലു, ഈ 3 പേര് കച്ചേ രാസ്തേ പർ ഖടേ ഹെ. നേരത്തെ നമ്മൾ പറഞ്ഞ ആ പണിതീരാത്ത റോഡിൽ നിൽക്കുകയാണ്. ഗോപു ദേഖ്നെ സെ ഹി ബാക്കി ദോനോ പർ ഹാവി ലഗ്താ ഹെ. ഗോപു കാഴ്ചയിൽ തന്നെ മറ്റുള്ളവരെക്കാളും കുറച്ച് മുതിർന്നവനാണ്. ഈ ഹാവി എന്ന് പറഞ്ഞാൽ ഡോമിനൻ്റ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക.
അവന് കാഴ്ചയിൽ മറ്റുള്ളവരെക്കാളും കുറച്ച് മുതിർന്നവനാണ്. वो ज़मीन पर झुका है और कुछ उड़ाने की कोशिश कर रहा है. അവൻ നിലത്തേക്ക് കുനിഞ്ഞേക്കുവാണ്, എന്നിട്ട് അവിടെ നിന്ന് എന്തോ എടുക്കാൻ ശ്രമിക്കുന്നു. ജമീൻ എന്ന് പറഞ്ഞാൽ നിലം, ഭൂമി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം ഝുക്ന എന്ന് പറഞ്ഞാൽ കുനിയുക എന്നാണ്. അപ്പം ജമീൻ പർ ഝുക്കാ ഹെ, അവൻ നിലത്തേക്ക് കുനിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്? കുച്ച് ഉടാനേക്ക് കോശിഷ് കർ റഹാ ഹെ, അവിടുന്ന് എന്തോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രമിക്കുക. ഉസ്കെ ഹാത്ത് മേ മക്കോട ഹെ, അവൻ്റെ കയ്യിൽ എന്താണുള്ളത്? മക്കോട. ഈ മക്കോട എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ഇൻസെക്ട്സിനാണ് നമ്മൾ കീടെ മക്കോട എന്ന് ഹിന്ദി പറയുന്നത്. അപ്പോൾ മക്കോട എന്ന് പറഞ്ഞാൽ അത് ഉറുമ്പാവാം, അല്ലെങ്കിൽ പുഴുവാവാം, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കീടങ്ങളാവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം ചെറിയ പുഴു എന്നാണ്. വലിയ ഉറുമ്പിനും നമ്മൾ മക്കോട എന്ന് പറയും. ഉറുമ്പിന്, വലിയ ഉറുമ്പില്ലേ, സാധാരണ ഉറുമ്പിനേക്കാൾ വലിയ ഉറുമ്പ്, അതിനും നമ്മൾ എന്ത് പറയും? മക്കോട എന്ന് പറയും. അപ്പോൾ ഇവിടെ അവൻ ഒരു പുഴുവിനെ അവിടെ നിന്ന് എടുത്തു. അത്രയാണ് ആ ദൃശ്യത്തിൻ്റെ വർണ്ണന. ഇസ് പട്കഥ കെ 3 പാത്ര കോൻ കോൻ ഹെ? गोपू, चुन्नी और लवल्लू. वे क्या कर रहे हैं? वो गोपू के घर के बाहर की सड़क पर खड़े हैं और गोपू कुछ उड़ाने की कोशिश कर रहा है. അപ്പോൾ ഈ പട്കഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സ്ഥലം എഴുതണം, പിന്നെ സമയം എഴുതണം, അതിനുശേഷം ആ ദൃശ്യത്തിൻ്റെ ഒരു വർണ്ണന എഴുതണം. ആ ദൃശ്യത്തിൻ്റെ വർണ്ണനയിൽ തന്നെ അതിൽ ആരൊക്കെ കഥാപാത്രങ്ങളുണ്ട്, അവരുടെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ പറയണം. അതൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ? നമ്മൾ സ്ഥലം പറഞ്ഞു, സമയം പറഞ്ഞു, ആ സീനിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അവരെന്താ ചെയ്യുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞു. ഇനി നമ്മൾ സംഭാഷണം തുടങ്ങുകയാണ്. നോക്കിക്കൊള്ളുക. ഗോപു ചുന്നി കോ മക്കോട പക്കടാത്തെ ഹുए, ये ले तेरा प्यारा मकोड़ा, अब खा इसकी कसम. चुन्नी मुस्कुराकर मकोड़ा पकड़ते हुए, कैसे खानी है? गोपू, अरे जैसे मास्टर जी बुलवाते हैं, बोल मैं कसम खाती हूँ. चुन्नी, मैं कसम खाती हूँ गोपू कि हम चुपके से दूसरे गांव जाएंगे. चुन्नी, कि हम चुपके से दूसरे गांव जाएंगे. गोपू, और चुपके से टीवी देखकर आएंगे. चुन्नी हंसी रोकते हुए, और चुपके से टीवी देखकर आएंगे. गोपू, और यह बात किसी को नहीं बताएंगे, माँ को भी नहीं. लल्लू बीच में टोक कर, माँ को कैसे बताएंगे, माँ तो सो रही है. അപ്പോൾ ഇത്രയൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ സംഭാഷണം തുടങ്ങുകയാണ്. വാർത്താലാപ് ശുരു ഹോ രഹാ ഹെ. ഗോപു ചുന്നി കോ മക്കോട പക്കടാത്തെ ഹുए, അപ്പോൾ ചുന്നിയെ കൊണ്ട് ഈ പുഴുവിനെ പിടിപ്പിച്ചിട്ട്, യേലേ ഇതാ പിടിക്കേ, തേരാ പ്യാര മക്കോട, നിൻ്റെ പ്രിയപ്പെട്ട മക്കോട ഇതാ. അബ് ഖാ ഇസ്കി കസം, അപ്പോൾ ഇനി വേഗം ഇതിനെ തൊട്ട് സത്യം ചെയ്തോളൂ. കസം ഖാന എന്ന് പറഞ്ഞാൽ പ്രോമിസ് ചെയ്യുക, സത്യം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഗോപു പറയാണ്, ഇതാ നിൻ്റെ പ്രിയപ്പെട്ട മക്കോടേനെ തന്നിരിക്കുന്നു, ഇനി ഇതിനെ തൊട്ട് വേഗം സത്യം ചെയ്തോ. എന്താ സത്യം ചെയ്യേണ്ടത്? ചുന്നി മുസ്കുരാക്കർ മക്കോട പക്കെടുത്തേ ഹുए, ചുന്നി പുഞ്ചിരിച്ചുകൊണ്ട് ആ മക്കോടയെ പിടിച്ചുകൊണ്ട്. കണ്ടോ? അപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ആ സംഭാഷണത്തിനിടയിൽ കാണിക്കണം. അതാണ് ഈ തിരക്കഥയിലെ സംഭാഷണത്തിലുള്ള ഒരു പ്രത്യേകത. സാധാരണ സംഭാഷണത്തിൽ അതുണ്ടാവില്ല. പക്ഷേ തിരക്കഥയിലെ സംഭാഷണത്തിന് ഈ അവരുടെ ആംഗ്യങ്ങളും ഭാവങ്ങളും എല്ലാം അതിനകത്ത് കാണിക്കണം. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, ആ ഓരോ ഡയലോഗിന് തുടങ്ങുന്നതിന് മുമ്പ് അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ അതിനകത്ത് നമ്മൾ കാണിക്കേണ്ടി വരും. മുസ്കുരാക്കർ മക്കോട പക്കടത്തെ ഹുए, പുഞ്ചിരിച്ചുകൊണ്ട് ആ മക്കോടയെ പിടിച്ചുകൊണ്ട്. കേസേ ഖാനി ഹെ, എങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്ത്, എങ്ങനെയാണ് സത്യം ചെയ്യേണ്ടത്? ഗോപു, അരേ ജैसे മാസ്റ്റർ ജി ബുൽവാത്തെ ഹെ, നമ്മുടെ മാസ്റ്റർ ജി നമ്മളെ കൊണ്ട് പറയിപ്പിക്കാറില്ലേ, അതുപോലെ. ബോൽ, പറ. മേ കസം ഖാത്തി ഹും, നീ പറഞ്ഞു ഞാൻ സത്യം ചെയ്യുന്നു. മേ കസം ഖാത്തി ഹും എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സത്യം ചെയ്യുന്നു. അപ്പോൾ ചുന്നി പറയാണ്, ചുന്നി മേ കസം ഖാത്തി ഹും, ചുന്നി അത് ആവർത്തിക്കുകയാണ്, മേ കസം ഖാത്തി ഹും. ഗോപു, कि हम चुपके से दूसरे गाँव जाएंगे. दूसरा गाँव എന്ന് പറഞ്ഞാൽ വേറൊരു ഗ്രാമത്തിൽ, അടുത്ത ഗ്രാമത്തിൽ പോകുന്നതാണ്. कि हम चुपके से दूसरे गाँव जाएंगे, നമ്മൾ ആരോടും പറയാതെ അടുത്ത ഗ്രാമത്തിൽ പോവും. അപ്പോൾ ചുന്നി വീണ്ടും അത് പറയാണ്, कि हम चुपके से दूसरे गाँव जाएंगे, നമ്മൾ ആരും കാണാതെ അടുത്ത ഗ്രാമത്തിൽ പോവും. ഗോപു, और चुपके से टीवी देखकर आएंगे, എന്നിട്ട് ആരും കാണാതെ ടിവിയും കണ്ട് തിരിച്ചു വരും. ചുന്നി ഹസി രോക്തേ ഹുए, അപ്പോൾ ചുന്നിക്ക് ചിരി വരുന്നുണ്ട്, ചുന്നി ഇങ്ങനെ ആക്കുന്നുണ്ട്. ഹസി രോക്തേ ഹുए,
और चुपके से TV देख कर आएंगे. ചുന്നിക്ക് ചിരി വരുന്നുണ്ട് അതിനിടയിൽ. അവൾ ആ ചിരി തടഞ്ഞുകൊണ്ട് പറയാണ് और चुपके से TV देख कर आएंगे. गोपू और यह बात किसी को नहीं बताएंगे, माँ को भी नहीं. ഈ കാര്യം ആരോടും പറയുകയുമില്ല, അമ്മയോട് പോലും. यह बात किसी को नहीं बताएंगे, ആരോടും പറയല. माँ को भी नहीं, അമ്മയോട് പോലും പറയില്ല. ലല്ലു ബീച്ച് മേ ടോക്കുകർ. ഉടനെ ലല്ലു ഇടയ്ക്ക് കയറി പറഞ്ഞു. എന്താണ് ബീച്ച് മേ ടോക്കന എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഇടയ്ക്ക് കയറി തടഞ്ഞിട്ട് പറയുകയാണ്. എന്താണ്? മാക്കോ കേസെ ബത്തായെങ്കിൽ, അമ്മയോട് എങ്ങനെ പറയാനാ? മാത്തോ സോരഹി ഹെ, അമ്മ ഉറങ്ങുമല്ലേ, പിന്നെ എങ്ങനെ അമ്മയോട് പറയുക? ഇനി അതിൻ്റെ ബാക്കി ഭാഗം നോക്കിയേ. ഗോപു ഹാ മാത്തോ സോരഹി ഹെ, അബ് മക്കോട രഖ് ദേ. ചുന്നി മക്കോട രഖ് ദേത്തി ഹെ, ഹാത്ത് ഛാड़ती है. गोपू आगे बढ़ते हुए तो फिर चलो. तीनों बच्चे कच्ची सड़क पर आगे बढ़ जाते हैं. അപ്പോൾ ഗോപു എന്താ പറയുന്നത്? ഹാ മാത്തോ സോരേ ഹെ, ആ അത് ശരി, അമ്മ ഉറങ്ങുവാണല്ലോ. അബ് മക്കോട രഖ് ദേ, ഇനി നീ ആ മക്കോടനെ നിലത്തേക്ക് വെച്ചോ. ചുന്നി മക്കോട രഖ് ദേത്തി ഹെ, ചുന്നി മക്കോടനെ അങ്ങോട്ട് താഴേക്ക് വെക്കുന്നു. ഹാത്ത് ഛാड़ती है, ഹാത്ത് ഛാടന എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ കൊട്ടിക്കളിയുക. കൈ ഇങ്ങനെ നമ്മൾ തൂത്ത് കളയൂലേ, ഇങ്ങനത്തെ പ്രാണീനെയൊക്കെ പിടിച്ച് നമ്മൾ അവസാനം കൈ ഒന്ന് ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ കൊട്ടിക്കളി തൂത്ത് കളയും. അതിന് ആണ് ഹാത്ത് ഛാടന എന്ന് പറയുന്നത്. ഗോപു ആകെ ബഡ്ത്തെ ഹുവേ, ഗോപു മുന്നോട്ട് നടന്നുകൊണ്ട്. ആകെ ബഡന എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക എന്നാണ്. തോ ഫിർ ചലോ, എന്നാൽ എല്ലാവരും വാ. തീനോ ബച്ചെ കച്ചി സടക് പർ ആകെ ബഡ് ജാത്തെ ഹെ. 3 കുട്ടികളും ആ പണിതീരാത്ത റോഡിൽ കൂടെ മുന്നോട്ട് നടക്കുന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ ദൃശ്യം. ഇപ്പം നിങ്ങൾക്ക് പട്കഥയെ പറ്റി ഒരു ഐഡിയ കിട്ടിയില്ലേ? പട്കഥ എഴുതുമ്പോൾ ആദ്യം സ്ഥലം ഏതാണെന്ന് എഴുതണം, ഏതാണ് സമയമെന്ന് എഴുതണം, പിന്നെ ആ ദൃശ്യത്തിൻ്റെ ഒരു വർണ്ണന വേണം. ആ ദൃശ്യത്തിൽ ആരൊക്കെയുണ്ട്, അവരുടെ പ്രത്യേകതകൾ ഒക്കെ നമുക്ക് അതിനകത്ത് എഴുതണം. പിന്നെ അതിനുശേഷം അവർ തമ്മിലുള്ള സംഭാഷണം എഴുതണം. സംഭാഷണത്തിനിടയിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ എഴുതണം അതിനകത്ത്. ഇനി നോക്കിയേ, സീൻ 2. सीन 2. पहाड़ की पगडंडी. दोपहर के 3 बजे हैं. बच्चे मेहनत से पहाड़ की पगडंडी चढ़ रहे हैं. सामने वाली एक चोटी पर टीवी टावर दिख रहा है. गोपू देखा, यही वो टावर है जिससे टीवी आता है. लल्लू आता कहाँ है? आता होता तो हम दूसरे गांव क्यों जाते? गोपू चुन्नी, ये लल्लू एकदम लल्लू है ना? बाबा ने बताया था ना कि इसी टावर से दूसरे गांव में टीवी आता है, और क्योंकि हमारा गांव पहाड़ के इस तरफ है, हमारे में नहीं आता. चुन्नी हाँ, मेरे बापू ने तो बक्सा और एंटीना भी खरीद लिया था. हमने एंटीना को सब तरफ घुमाया पर टीवी पकड़ा ही नहीं. गोपू टीवी तो जादू है, ऐसे धोड़े ही पकड़ेगा. हाय क्या चीज़ है टीवी. गोपू टीवी की यादों में खोया हुआ आगे बढ़ता है. बाकी दोनों उसके पीछे पीछे चल रहा है. അപ്പോൾ രണ്ടാമത്തെ ദൃശ്യം കൂടി ഒന്ന് നോക്കിയേ. പഹാഡ് കി പഗഡണ്ടി. പഹാഡ് എന്ന് പറഞ്ഞാൽ മല, മലയിലൂടെയുള്ള പഗഡണ്ടി. പഗഡണ്ടി എന്ന് പറഞ്ഞാൽ നടപ്പാതയാണ്. എന്താണ് നടപ്പാത? നമ്മൾ നടക്കുന്നിടത്തൂടെ ഉണ്ടാകുന്നൊരു വഴിയുണ്ടല്ലോ, പുല്ലൊക്കെ തെളിഞ്ഞിട്ട്, അങ്ങനെ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പഹഡണ്ടി. സമയ കിത്തന ഹുവ, സമയം എത്രയാന്ന് നോക്കിയേ. ദോപ്പഹർ കെ 3 ബജെ ഹെ. ഉച്ച കഴിഞ്ഞിട്ട് എത്ര മണിയായി? 3 മണിയായി. ദോപ്പഹർ എന്ന് പറഞ്ഞാൽ ഉച്ച എന്നാണ് കേട്ടോ. ഉച്ചയ്ക്ക് 3 മണി എന്നാണ് പറഞ്ഞത്. ബच्चे मेहनत से पहाड़ की पगडंडी चढ़ रहे हैं. കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട്, മെഹനത്ത് എന്ന് പറഞ്ഞാൽ പരിശ്രമം എന്നാണ് അർത്ഥം. അപ്പോൾ കുട്ടികൾ വളരെ പരിശ്രമിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? പഹാഡ് കി പഗഡണ്ടി ചढ़ रहे हैं. ആ മലയിൽ കൂടെയുള്ള മലമ്പാത കയറുകയാണ്. സാമനെ വാലിയേക്ക് ചോട്ടി പർ ടി.വി. ടവർ ദിഖ് രഹാ ഹെ. മുന്നിൽ കാണുന്ന ഒരു മലയുടെ മുകളിൽ ടി.വിയുടെ ടവർ കാണപ്പെടുന്നു. ചോട്ടി എന്ന് പറഞ്ഞാൽ ഈ മലയുടെയൊക്കെ ആ ഏറ്റവും മുകളിലുള്ള ഭാഗത്തിനാണ് ചോട്ടി എന്ന് പറയുന്നത്. ഉച്ചി, നമ്മൾ മലയുടെയൊക്കെ ഉച്ചി എന്ന് പറയല്ലേ, അതിനാണ് ചോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ മലയുടെ ചോട്ടിയിൽ എന്ത് കാണുന്നുണ്ട്? ടി.വിയുടെ ടവർ കാണാം. അപ്പോൾ ഗോപു പറയാണ്, ഗോപു ദേഖാ, കണ്ടോ, യഹി വോ ടവർ ഹെ ജിസ്സെ ടി.വി. ആത്താ ഹെ. ഇതാ ഈ ടവറിൽ നിന്നാണ് ടി.വി. വരുന്നത്. ടി.വി. വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ടി.വിയുടെ സിഗ്നൽ വരുന്നതെന്നാണ് അർത്ഥം. യഹി വോ ടവർ ഹെ, ഇതാണ് ആ ടവർ, ഇതിൽ നിന്നാണ് ടി.വിയുടെ സിഗ്നൽ വരുന്നത്.
ലല്ലു ആത്താ കഹാ ഹെ, എവിടെ വരുന്നു എന്ന്. എവിടെയാണ് വരുന്നത്? ആത്താ ഹോത്താ തോ ഹം ദൂസരെ ഗാവ് ക്യോ ജാത്തെ, വരുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് വേറെ ഗ്രാമത്തിൽ പോകേണ്ടി വരുമായിരുന്നോ? ഗോപു ചുന്നി ഏ ലല്ലു ഏകദം ലല്ലു ഹേന. ചുന്നി ഈ ലല്ലു ശരിക്കും ഒരു ലല്ലു തന്നെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ലല്ലു ഒരു മണ്ടനാണ്, ഒന്നും അറിയാത്തവനാണ്. ബാബാനെ ബത്തായ ധന, അച്ഛൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? ബാബ എന്ന് പറഞ്ഞാൽ ഇവിടെ പിതാജിയാണ് കേട്ടോ. പിതാജി പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ത്? കി ഇസി ടവർ സെ ദൂസരേ ഗാവ് മേ ടി വി ആത്താ ഹേ, ഈ ടവറിൽ നിന്നാണ് മറ്റേ ഗ്രാമത്തിൽ ടി വി കിട്ടുന്നത്. ഓർ ക്യോക്കി ഹമാര ഗാവ് പഹാഡ് കെ ഇസ് തരഫ് ഹേ, എന്നാൽ നമ്മുടെ ഗ്രാമം ഹമാര ഗാവ് പഹാഡ് കെ ഇസ് തരഫ് ഹേ, ആ മലയുടെ ഇപ്പുറത്തെ സൈഡിലായതുകൊണ്ട്, ഇപ്പുറത്തായതുകൊണ്ട് ഹമാരെ മേ നെഹി ആത്താ ഹെ, അപ്പോൾ നമ്മുടെ ഗ്രാമം മലയുടെ ഇപ്പുറത്തായതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. ചുന്നി ഹാ മേരെ ബാപ്പുനെ തോ ബക്സ ഓർ ആൻറ്റിന ഭി ഖരീദ് ലിയാ ഥാ. അപ്പോൾ ചുന്നി പറയണം, ആ എൻ്റെ അച്ഛനാണെങ്കിൽ ബക്സ ഓർ ആൻറ്റിന, ബക്സ എന്ന് പറഞ്ഞാൽ പെട്ടി എന്നർത്ഥം. അപ്പം പണ്ടത്തെ ടി വി നിങ്ങൾക്കറിയാം, ഇന്നത്തെ പോലെ LED TV ഒന്നുമല്ല, പണ്ടത്തെ ടി വി പെട്ടി പോലെ ഇരിക്കുന്ന ടി വി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോഴും പല വീടുകളിലും കാണും പഴയ ടി വി. അപ്പോൾ പെട്ടി പോലെ ഇരിക്കുന്ന ടി വി, അതിനാണ് ബക്സ എന്ന് പറയുന്നത്. ആ പെട്ടിയും വാങ്ങിയിരുന്നു. ആൻറ്റിന ഭി ഖരീദ് ലിയാ ഥാ, ഈ ആൻറ്റിന എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ടി വിയുടെ ആൻറ്റിനയാണ് നിങ്ങളുടെ പുസ്തകത്തിൻ്റെ ആ 10ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും അത് ഓർമ്മ ഉണ്ടാവില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ആൻറ്റിനയായിരുന്നു ടി വിയിൽ. ഇപ്പം ഡിഷ് ആൻറ്റിനകളൊക്കെ അല്ലേ, ഇതായിരുന്നു പണ്ടത്തെ ടി വിയുടെ ആൻറ്റിന. അപ്പോൾ മേരെ ബാപ്പുനെ തോ ബക്സ ഓർ ആൻറ്റിന ഭി ഖരീദ് ലിയാ ഥാ, എൻ്റെ അച്ഛനാണെങ്കിൽ ആ പെട്ടിയും ആൻറ്റിനയും വാങ്ങിയതായിരുന്നു എന്ന് ആര് പറയുന്നു? ചുന്നീനെ ബത്തായ. ഹംനെ ആൻറ്റിന കോ സബ് തരഫ് ഘുമായ, ഞങ്ങൾ ആൻറ്റിന എല്ലാ വശത്തേക്കും തിരിച്ചു. പർ ടി വി പക്കടാഹി നഹി, പക്ഷേ ടി വി പിടിച്ചേയില്ല. ഞങ്ങൾ ആൻറ്റിന എല്ലാ വശത്തേക്കും തിരിച്ചു നോക്കി. ഈ ആൻറ്റിന ഇങ്ങനെ തിരിച്ചു നോക്കണമായിരുന്നു. അപ്പോൾ ഒരു കറക്റ്റ് പൊസിഷനിൽ വരുമ്പോൾ മാത്രമേ സിഗ്നൽ കിട്ടുള്ളൂ. സബ് തരഫ് ഘുമായ, ഘുമാന എന്ന് പറഞ്ഞാൽ ടു റൊട്ടേറ്റ് എന്നാണ്. ഞങ്ങളിങ്ങനെ തിരിച്ചു നോക്കി, എല്ലാ വശത്തേക്കും ഇങ്ങനെ ടേൺ ചെയ്ത് നോക്കി. പർ ടി വി പക്കടാഹി നഹി, പക്ഷേ ടി വി പിടിച്ചേയില്ല. പക്കടന എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണ്. ടി വി പിടിച്ചേയില്ല എന്ന് പറഞ്ഞാൽ സിഗ്നൽ കിട്ടിയില്ല എന്നർത്ഥം, സിഗ്നൽ പിടിച്ചേയില്ല. ഗോപു ടി വി തോ ജാദു ഹേ, ടി വി എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കാണ്. ജാദു എന്ന് പറഞ്ഞാൽ മാജിക്, അതിശയമാണ്. ടി വി തോ ജാദു ഹേ, എസെ ധോടെ ഹി പക്കടേക, അതങ്ങനെയൊക്കെ എളുപ്പത്തിലൊക്കെ പിടിക്കുമോ? എസെ ധോടെ ഹി പക്കടേക എന്ന് പറഞ്ഞാൽ അതങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും പിടിക്കുകയില്ല. ഹായ് ക്യാ ചീസ് ഹേ ടി വി, ഹോ എന്തൊരു സാധനമാണ് ടി വി. ചീസ് എന്ന് പറഞ്ഞാൽ വസ്തു എന്നാണ്, തിങ് എന്നാണ് അർത്ഥം. അപ്പോൾ ഗോപു ഇങ്ങനെ ടി വിയെ പറ്റി പറഞ്ഞ് മറ്റുള്ളവരെങ്ങനെ ചൂട് കയറ്റുകയാണ്. അവൻ കണ്ടതാണല്ലോ ടി വി, അവൻ ടി വി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, മറ്റവർ കണ്ടിട്ടില്ല. അപ്പോൾ ഇവനിങ്ങനെ ടി വിയുടെ മഹത്വം പറഞ്ഞ് ഇങ്ങനെ മറ്റവരെ ഇങ്ങനെ കൊതിപ്പിക്കുകയാണ്. ഗോപു ടി വിക്ക് യാദോമേ ഖോയാ ഹുവ ആകെ ബഡി ജാത്താ ഹെ, ഗോപു ടി വിയുടെ ഓർമ്മകളിൽ ഇങ്ങനെ മുഴുകി മുന്നോട്ട് നടക്കുന്നു. യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മയാണ്, ഖോന എന്ന് പറഞ്ഞാൽ മുഴുകുക എന്നാണ്. അപ്പോൾ ഗോപു ടി വിയുടെ ഓർമ്മകളിൽ മുഴുകി മുന്നോട്ട് നടക്കുന്നു. ബാക്കി ദോനോ ഉസ്കെ പീച്ചെ പീച്ചെ ചൽ രഹേ ഹെ, ബാക്കി രണ്ടുപേരും അവൻ്റെ പിന്നാലെ നടക്കുകയാണ്. പീച്ചെ പീച്ചെ എന്ന് പറഞ്ഞാൽ പിന്നാലെ എന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് പട്കഥ. പട്കഥയുടെ 2 ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. ഹംനെ അഭി പട്കഥയ്ക്ക് 2 ദൃശ്യ പഠേ ഹെ. അപ്പോൾ നിങ്ങൾ ഈ പാഠം നന്നായിട്ട് വായിച്ചു നോക്കുക. ഇനി ഞാൻ എഴുതി തരാൻ പോകുന്ന അർത്ഥങ്ങളൊക്കെ നന്നായിട്ട് എഴുതി വെച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഹം അഗ്ലി കക്ഷാ മേ മിലേംഗെ. ധന്യവാദ്.